ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, കുറച്ച് ദിവസമായി. അപ്പോൾ എൻ്റെ എനിക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിക്കാം കേട്ടോ. ഞാനൊക്കെ ഓപ്പൺ ആക്കി നോക്കിയായിരുന്നു. സോ നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് കണ്ടല്ലോ, ഒരു അൺഎക്സ്പെക്റ്റഡ്. എൻ്റെ ബർത്ത്ഡേക്ക് ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഒരു ബ്യൂട്ടിഫുൾ ഒരു നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ ഒരു സ്റ്റാച്യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. It's beautiful. Thank you so much, Susan, for this beautiful gift. പിന്നെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. ഒരു ക്രോസ് ആണ് കേട്ടോ, ഒരു വലിയൊരു ക്രോസ് ആണ്. ഇത് എനിക്ക് ആശയാണ് മേടിച്ചു തന്നത് എൻ്റെ ഫ്രണ്ട്. സോ ഐ ആം റിയലി ഹാപ്പി. രണ്ടാൾക്കും എൻ്റെ വീട്ടിൽ നല്ലൊരു സ്ഥാനമുണ്ട്. ഈ രണ്ട് ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിതുവരെ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഒരു ഗിഫ്റ്റ് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് നിശാന്തി. ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. ഇതിൽ ബോഡി ബട്ടർ ഉണ്ട്, പിന്നെ എന്താ ബോഡി വാഷ് ഉണ്ട്, ബോഡി ലോഷനുണ്ട്, പിന്നെ ഒരു ക്ലെൻസിങ് സോപ്പ്. ഓക്കെ, ഇങ്ങനായിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക, നല്ല ഗ്ലാമറസ് ഒരു ഹാമ്പർ. ഭയങ്കര ഇഷ്ടമായി. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ് കേട്ടോ. ബെയ്ലീസ് ആൻഡ് ഹാർഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. അവൾ പിന്നെ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. ഞാൻ തന്നത് ഇതേ ഈ ബാഗിലാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നൈസ്. ഇതിൽ പിന്നെ ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ട്, ഒരു മിൽക്കിൻ്റെ. ഇതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. താങ്ക് യു. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ് ഹാർട്ട്. താങ്ക് യു നിശാന്തി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് വീടാലോ. എൻ്റെ ഒരു ഫ്രണ്ട് തൃപ്ത കേട്ടോ എനിക്കൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഹാമ്പർ തന്നതാണ് കേട്ടോ. നല്ലൊരു ബോക്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലപ്പോൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി വാഷുണ്ട്, ബോഡി ലോഷനും ഉണ്ട്. താങ്ക് യു. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് റാബി എനിക്ക് തന്ന ഗിഫ്റ്റാണ്. നല്ലൊരു ബാഗല്ലേ. ഇതിൻ്റെ ഉള്ളിലത്തെ ബോക്സ് ഉണ്ട്, ബ്യൂട്ടിഫുൾ. ഓക്കെ, സ്റ്റീവ് മെയ്ഡൻ്റെ ആണ്. എനിക്ക് ഈ കാർഡ്ബോർഡ് ബോക്സ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നില്ല ഇത് ഞാൻ കളയുന്നത്. ഈ ബോക്സ് പോലും കളയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കളർഫുൾ. തുറക്കുമ്പോൾ എന്താണ് ഇതിലെന്ന് ഗസ് ചെയ്യാമോ? ഗസ് ഒന്ന് കമൻറ്റ് ചെയ്ത് വേഗം കാണിക്കട്ടെ. ഒരു ബ്യൂട്ടിഫുൾ സ്മോൾ ഒരു ബാക്ക് പാക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കളറ്. പക്ഷെ ഇതെനിക്ക് എങ്ങനെ ഇട്ട് നടക്കുന്നതല്ല. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഭയങ്കര ടെൻഷൻ. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവുന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പം അത് ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് റോഷ്നി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. റോഷ്നിക്ക് ആദ്യം കൂടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഷോളാണിത്. നല്ല രസമല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ഷോളും. പിന്നെ എനിക്ക് ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു, മാൾട്ടീസ്. അത് ഞാൻ ഓൾറെഡി തീർത്തു കേട്ടോ. അത് നമുക്ക് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ വേഗം തീർത്ത്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണത്. പിന്നെ എനിക്കൊരു വൗച്ചറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല, എന്തെങ്കിലും മേടിക്കണം. പിന്നെ എനിക്കൊരു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്യൂട്ടിഫുൾ കാർഡ്. പക്ഷെ അത് ഞാൻ എടുത്തു വെച്ചു. ആക്ച്വലി ഞാനത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ അതാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് തന്നൊരു കിട്ടിയ ഗിഫ്റ്റാണ് ഹൊക്കയുടെ ഒരു അടിപൊളി ഷൂസ്. ഇതെൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സോണിയ മേടിച്ചു തന്നതാണ് കേട്ടോ. അവൾ റീസെൻ്റ്ലി ഒരു ഷൂ അവൾക്ക് മേടിച്ചായിരുന്നു, ഹൊക്ക ബ്രാൻഡിൻ്റെ. നമ്മൾ UK എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ.
കാലുവേദന. നമുക്ക് ഈ 12 hour ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര കാലുവേദന നടുവേദനയൊക്കെയാണ്. എസ്പെഷ്യലി കാലുവേദനയാണ് എനിക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഷൂസ് ഇങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്യാറുണ്ട്. 6 months കൂടുമ്പോൾ നമുക്ക് ഷൂ മാറ്റും, ബട്ട് സ്റ്റിൽ ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഈ ഹോക്ക ബ്രാൻഡ് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ അവളൊരു ഷൂ മേടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് അടിപൊളിയാണ് ഇട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ഇയർ അപ്പോൾ ഞാൻ ഇനി ഹോക്ക ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഭയങ്കര കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. 100 pounds ഇതുള്ളൂ ഹോക്ക ബ്രാൻഡിൻ്റെ ഷൂസ്. അപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു. പക്ഷേ അവൾ ഇഷ്ടത്തി എനിക്കിത് ഷൂ മേടിച്ചുകൊണ്ട് വന്നേക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒരു വട്ടം ഷൂവിൻ്റെ സൈസ് നോക്കാൻ വേണ്ടി, ജസ്റ്റ് ഷൂ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എൻ്റെ സൈസ് അറിയായിരുന്നു. പക്ഷെ ഞാനതൊന്നും നോട്ട് ചെയ്തില്ല. അവൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം എന്നുള്ള രീതിയിൽ പോയത്. നീ ഒന്ന് ഇട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല. എൻ്റെ ബർത്ത്ഡേ ആണ് തന്നെ അവളിത് മേടിക്കുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. സോ അവൾ അപ്പോൾ നോട്ട് ചെയ്ത് എൻ്റെ സൈസ്, അതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ എനിക്ക് ദീപ ചേച്ചിയും മനുഷ്യാനും കൂടെ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ബാഗ്. ഇതിലും കുറച്ച് ഇങ്ങനെ ടോയ്ലറ്ററീസാണ് കാണിച്ചത്. ഒരു അടിപൊളി ഒരു ബോഡി വാഷാണ്. പിന്നെ ഇതിലൊരു ബോഡി സ്പ്രിറ്റ്സ് ഉണ്ട്. ഇത് ബെയിലീസ് ആൻഡ് ഹാർഡിങ് ആണ്. ഇവിടുത്തെ ഒരു മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡാണ് കേട്ടോ. കുറച്ച് ലക്ഷറി സൈഡാണ്, കുറച്ച് പ്രൈസുമാണ് ഈ ബ്രാൻഡിൻ്റെ. പിന്നെ എനിക്ക് ഇതിലൊരു ഹാൻഡ് ക്രീം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ദീപ ചേച്ചി മേടിച്ചത് എന്താണ്, ഒരു ജമ്പർ ഉണ്ടായിരുന്നു, ഒരു വിൻ്റർ ജമ്പർ. അത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചു. അതപ്പോൾ ഞാൻ ഇളക്കിയിട്ടൊക്കെയാണ്. ഞാൻ ലണ്ടൻ ട്രിപ്പ് പോയിട്ടുണ്ടായല്ലോ, അപ്പോൾ ലണ്ടനിൽ പോയപ്പോൾ ഉപയോഗിച്ചതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ലണ്ടൻ വീഡിയോസ് ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ലണ്ടൻ ഒന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്സ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചു തന്നത്, എനിക്ക് കുറേ ഡ്രസ്സ് മേടിച്ചു തന്നു. പിന്നെ എനിക്ക് സ്പ്രേ മേടിച്ചു തന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നു. യെസ്, പക്ഷെ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ. സോ എനിക്കൊരു അടിപൊളി ബർത്ത്ഡേ ആണ് ഈ വർഷം. ഒരു അടിപൊളി ബർത്ത്ഡേ ആയിട്ടുണ്ടായത്. താങ്ക്സ് ടു മൈ ഡിയർ വൈഷു ആണ് ഇതൊക്കെ കഷ്ടപ്പെട്ട് സെറ്റാക്കിയത്. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ഫുഡും എല്ലാം ഉണ്ടാക്കാനായിട്ടും പിന്നെ നിങ്ങൾ വന്ന് ഇത് അടിപൊളിയാക്കി തന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക്സ് ടു ഗോഡ് because I'm really grateful for having these people in my life. Thank you so much.